നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. BK സിൻട്രോ ബഹ്റൈൻ ഫെസ്റ്റിവലിന്റെ 3-4 ദിവസങ്ങളായ മെയ് 8, 9 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യയിലെ പ്രമുഖ നർത്തകരായ മേതിൽ ദേവികയും ആശാ ശരത്തും സംഘവും അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടി അരങ്ങേറുമെന്ന് ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണ പിള്ള അറിയിച്ചു. ഇന്ന് മെയ് 8 വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്ന ഫെസ്റ്റിവലിൽ ഇന്ത്യയിലെ പ്രമുഖ നർത്തകിയും സിനിമാ താരവുമായ മേതിൽ ദേവിക അവതരിപ്പിക്കുന്ന ഉച്ചില എന്ന നൃത്താവിഷ്കാരം ഉണ്ടായിരിക്കും. ഫെസ്റ്റിവലിന്റെ 4ാം ദിവസമായ മെയ് 9 വെള്ളിയാഴ്ച പ്രമുഖ നർത്തകിയും സിനിമാ താരവുമായ ആശാ ശരത്തും മകൾ ഉത്തര ശരത്തും ചേർന്ന് ഭരതനാട്യം അവതരിപ്പിക്കും. ഇൻഡോ ബഹ്റൈൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണ പിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ഫെസ്റ്റിവൽ കൺവീനർ പ്രശാന്ത് ഗോവിന്ദപുരം എന്നിവർ അറിയിച്ചു. റിസാല സ്റ്റഡി സർക്കിൾ ഗ്ലോബൽ സമ്മിറ്റ് മെയ് 9, 10 തീയതികളിൽ ബഹ്റൈനിൽ നടക്കും. 22 നാഷണലുകളിൽ നിന്ന് 200-ൽ പരം പ്രതിനിധികൾ സംബന്ധിക്കുന്ന സമ്മിറ്റിൽ വ്യത്യസ്ത പഠനങ്ങളും ചർച്ചകളും അവതരണങ്ങളും നടക്കും. സമ്മിറ്റിന്റെ 1ാം ഘട്ടം മെയ് 4, 5 തീയതികളിൽ ഓൺലൈനിൽ നടന്നിരുന്നു. കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചർച്ചാ സെഷനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പ്രവാസി വിദ്യാർത്ഥികളും യുവതയും അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളിലുള്ള ആശയ സംവേദന വേദിയായി ബഹ്റൈനിലെ ഗ്ലോബൽ സമ്മിറ്റ് മാറും. ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി, സെക്രട്ടറി മജീദ് കക്കാട്, ICF ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി നിസാർ സഖാഫി തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മിറ്റിലെ വിവിധ സെഷനുകൾക്ക് സാദിഖ് വെളിമുക്ക്, അബ്ദുള്ള വടകര, CR കുഞ്ഞുമുഹമ്മദ്, ഡോക്ടർ അബൂബക്കർ, സാബിർ സഖാഫി, TA അലി അക്ബർ, ജാബിർ അലി, ചെമ്പ്രശ്ശേരി അബ്ദുറഹ്മാൻ സഖാഫി, സിറാജ് മാട്ടിൽ, നിസാർ പുത്തൻപള്ളി, അബ്ദുൽ അഹദ്, സക്കറിയ ഷാമിൽ ഇർഫാനി, ഹബീബ് മാട്ടൂൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. ബഹ്റൈൻ നവകേരള കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ഷാജി മൂത്തല, അസിസ്റ്റന്റ് സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ജേക്കബ് മാത്യു, കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി AK സുഹൈൽ, കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ പ്രവീൺ മേൽപ്പത്തൂർ, അസീസ് ഏഴംകുളം, എക്സിക്യൂട്ടീവ് അംഗം K രഞ്ജിത്ത് എന്നിവർ കോന്നി MLA ജിനീഷ് കുമാറിനെ സന്ദർശിച്ചു. ബഹ്റൈൻ ലാൽ KS പ്രതിമാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മാസത്തെ സഹായം നാട്ടിൽ ഉത്സവത്തിനിടെ ആനപ്പുറത്തുനിന്ന് വീണ് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന മോഹൻലാൽ ഫാൻസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അരവിന്ദന്റെ ചികിത്സയ്ക്കായി ബഹ്റൈൻ ലാൽ KS അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച അടിയന്തര ചികിത്സാ ധനസഹായം കൈമാറി. ബഹ്റൈൻ ലാൽ KS കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ, എക്സിക്യൂട്ടീവ് അംഗം നന്ദനാണ് സഹായം കൈമാറിയത്. പ്രസിഡന്റ് FM ഫൈസൽ, സെക്രട്ടറി ഷൈജു കമ്പ്രത്ത്, ട്രഷറർ അരുൺ G നായർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഗോപേഷ് അടൂർ, ബിനു കോന്നി, പ്രദീപൻ, വിപിൻ, അരുൺ തൈക്കാട്ടിൽ, വിഷ്ണു വിജയൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ആഗോള പ്രവാസി കൂട്ടായ്മയായ ഇടപ്പാളയം ബഹ്റൈൻ ചാപ്റ്റർ വിവിധ പരിപാടികളോടെ മെമ്പേഴ്സ് നൈറ്റ് ആഘോഷിച്ചു. മനാമയിലെ അൽ സൊഫൈവിയ ഗാർഡനിൽ വെള്ളിയാഴ്ച നടന്ന പരിപാടിയിൽ 100-ലധികം അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. കിഡ്സ് വിങ്ങിന്റെ സ്വാഗത ഗാനത്തോടെ പരിപാടികൾക്ക് തുടക്കമായി. ഇടപ്പാളയം ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് വിനീഷ് കേശവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഷമീല സ്വാഗതം ആശംസിച്ചു. മുൻ പ്രസിഡന്റ് ഫൈസൽ ആനോഡിയിൽ ആശംസകൾ നേർന്നു. തുടർന്ന് കിഡ്സ് വിങ്ങിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ നൃത്ത വിസ്മയം പരിപാടിയുടെ മാറ്റുകൂട്ടി. സ്പോർട്സ് വിങ്ങിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിവിധ ഗെയിമുകളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. ഇടപ്പാളയം ചാപ്റ്ററിന്റെ 2025-27 വർഷത്തേക്കുള്ള പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണ ചടങ്ങും ഇതോടൊപ്പം നടന്നു. കഴിഞ്ഞ വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ പരിപാടിയിൽ മെമന്റോ നൽകി ആദരിച്ചു. വിഷുവിനോടനുബന്ധിച്ച് കൾച്ചറൽ വിങ് സംഘടിപ്പിച്ച വിഷുക്കണി ഫോട്ടോ കോൺടെസ്റ്റ് സമ്മാനം വിജയി ശ്രീജയ് ബിനോയ്ക്ക് കൈമാറി. കൂടാതെ ഇടപ്പാളയം ക്രിക്കറ്റ് ടീമിലെ മികച്ച കളിക്കാർക്കുള്ള പുരസ്കാരങ്ങൾ സന്ദീപ് ജംഗിർ, അനീഷ് എന്നിവർക്ക് നൽകി ആദരിച്ചു. രതീഷ് സുകുമാരൻ, രാമചന്ദ്രൻ പോട്ടൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രോഗ്രാം കോർഡിനേറ്റർ കൃതജ്ഞത രേഖപ്പെടുത്തി. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള.
Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. സാംസ ബഹ്റിന്റെ 10ാമത് വാർഷികം പ്രമാണിച്ച് CCGയും കിംസ് മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് നഴ്സുമാരെ ആദരിക്കൽ, ക്യാൻസർ കെയർ സെന്ററിലേക്ക് കേശദാനം എന്നിവ മെയ് 12-ന് സംഘടിപ്പിക്കും. 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ അന്തർദേശീയ നഴ്സസ് ഡേയോടനുബന്ധിച്ച് ബഹ്റിനിലെ ആതുര സേവന രംഗത്ത് മാലാഖമാരായ 25 പേരെ ആദരിക്കും. സ്വദേശികളും വിദേശികളുമായ 25 വർഷവും അതിനു മുകളിലും മെഡിക്കൽ രംഗത്ത് സേവനം പൂർത്തിയാക്കിയ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ മേഖലകളിലെ നഴ്സുമാരെ അവരുടെ പരിചയവും അർപ്പണ മനോഭാവവും സാമൂഹ്യ പ്രതിബദ്ധതയും മാനദണ്ഡമാക്കിയാണ് തിരഞ്ഞെടുക്കുക. ബഹ്റൈൻ ക്യാൻസർ കെയർ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് കേശദാനം നടത്തുക. സംസ ജനറൽ സെക്രട്ടറി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സംസ പ്രസിഡന്റ് ബാബു മാഹി അധ്യക്ഷത നിന്ന് സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ മുരളീകൃഷ്ണൻ പ്രോഗ്രാമിനെ കുറിച്ച് വിശദമായി സംസാരിച്ചു. ക്യാൻസർ കെയർ ഗ്രൂപ്പ് പ്രസിഡന്റ് ഡോക്ടർ PV ചെറിയാൻ, സെക്രട്ടറി KT സലീം, കിംസ് മാർക്കറ്റിംഗ് ചീഫ് പ്യാരിലാൽ, സംസ ട്രഷറർ റിയാസ് കല്ലമ്പലം, നിർമ്മല ജേക്കബ് എന്നിവർ സംസാരിച്ചു. ലേഡീസ് വിംഗ് ട്രഷറർ രശ്മി അമൽ നന്ദി രേഖപ്പെടുത്തി. സുനിൽ നീലഞ്ചേരി, സുധി ചിറക്കൽ, മനോജ് അനുജൻ, വിനീത്, അമൽ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ജൂനിയർ ആൻഡ് സീനിയർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഉജ്ജ്വല തുടക്കം. ആദ്യ ദിനത്തിൽ ആവേശകരമായ 65 മത്സരങ്ങൾ അരങ്ങേറി. ഇന്ത്യൻ സ്കൂൾ ഇസാടൗൺ ക്യാമ്പസിലെ ജഷൻമാൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ അന്താരാഷ്ട്ര നിലവാരമുള്ള ബാഡ്മിന്റൺ കോർട്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ടൂർണമെന്റിൽ 350-ലധികം കളിക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 5 ദിവസങ്ങളിലായി 400-ലധികം മത്സരങ്ങൾ 4 കോർട്ടുകളിലായി നടക്കും. പ്രമുഖ സ്ഥാപനമായ നാഷണൽ ട്രേഡിംഗ് ഹൌസാണ് മത്സരത്തിന്റെ സ്പോൺസർ. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ട്രേഡിംഗ് ഹൌസ് മാനേജിംഗ് ഡയറക്ടർ ദിലീപ് C. ഠാക്കർ, ബഹ്റിൻ നാഷണൽ ബാഡ്മിന്റൺ ടീം കോച്ച് അഹമ്മദ് അൽ ജല്ലാദ്, സ്കൂൾ സെക്രട്ടറി V. രാജപാണ്ഡ്യൻ, വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ഫിനാൻസ് ആൻഡ് IT അംഗം ബോണി ജോസഫ്, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേലിയ സേവ്യർ തുടങ്ങിയ സ്കൂൾ ചുമതല വഹിക്കുന്ന നിരവധി പേരും മുൻ ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈൻ ബാഡ്മിന്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷന്റെ അനുമതിയോടെ നടക്കുന്ന കായിക മത്സരം രാജ്യത്തെ ഏറ്റവും വലിയ ബാഡ്മിന്റൺ ടൂർണമെന്റുകളിൽ ഒന്നാണ്. ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈറ്റ് ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ കളിക്കാർ മത്സരത്തിൽ പങ്കെടുക്കുന്നു. മെയ് 10-ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഓരോ വിഭാഗത്തിലെയും വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളും ട്രോഫികളും സമ്മാനിക്കും. എല്ലാ പങ്കാളികളും അവരുടെ പങ്കാളിത്തത്തെ അംഗീകരിക്കുന്ന ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളും ലഭിക്കുന്നതായിരിക്കും. ബഹ്റൈൻ പ്രവാസിയായ 27-കാരനായ ഹരീഷ് കുഴഞ്ഞു വീണ് മരിച്ചു. തൃശൂർ ജില്ലയിൽ ചാവക്കാട് ഒരുമനയൂർ കമ്പനിപ്പടി നാരായണന്റെ മകനായ ഹരീഷ് ഇന്നലെ രാത്രി ഹൃദയസ്തംഭനം മൂലമാണ് കുഴഞ്ഞു വീണത്. മൃതദേഹം കിങ് ഹമദ് മോർച്ചറിയിലാണ്. നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള രേഖകൾ ശരിയാക്കി വരുന്നു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.